പീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മനുഷ്യൻ ഓടുകയാണ്, പരക്കം പായുകയാണ്. തിടുക്കം പിടിച്ച ഓട്ടത്തിൻ്റെ നടുവിൽ വചനം നമ്മോട് പറയുന്നു, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിലൂടെ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. മക്കളെ, ഓടുന്ന മക്കളെ, എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം? ഈശോ പറയുന്നു, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കാം. മുൻപിൽ നിന്നുകൊണ്ട് മാർഗനിർദ്ദേശം തരാം, പിമ്പിൽ നിന്നുകൊണ്ട് പ്രോത്സാഹനം നൽകാം. നമ്മുടെ കാവൽക്കാരനായി ഈശോ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുകയാണ്. എപ്പോഴാണ് തിടുക്കം കൂട്ടുന്നത്? നമ്മുടെ സ്വന്തം പദ്ധതികൾ നടക്കാതെ വരുമ്പോൾ കാര്യങ്ങൾക്ക് തിടുക്കം കൂട്ടുകയാണ്. ആരും പരിഗണിക്കാതെ വരുമ്പോൾ, ആരും അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മൾ തിടുക്കം കൂട്ടി ഇഷ്ടം പോലെ ഓടുകയാണ്. ചില ദുരന്തങ്ങളിൽ അകപ്പെടുമ്പോൾ, വലിയ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുന്നുകൂടുമ്പോൾ, അപ്രതീക്ഷിതമായ ചില വേർപാടുകൾ ഉണ്ടാകുമ്പോൾ, ചില അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ തിടുക്കം കൂട്ടുകയാണ്. ഈ തിടുക്കം കൂട്ടുമ്പോൾ യേശുവിനെ നമ്മൾ മറന്നു പോകുന്നു. നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ കർത്താവിനുണ്ട്, വ്യക്തമായ പദ്ധതി കർത്താവിൻ്റെ കൈവശമുണ്ട്. നമ്മുടെ സ്വന്തം പദ്ധതികൾ പൂവണിയാനല്ലേ ഈ ഓട്ടം? എവിടെ ചെന്ന് മുട്ടുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈശോയിലേക്ക് നോക്കുക, അവിടുത്തെ മുഖത്തേക്ക് നോക്കുക. അവിടുത്തെ ഹിതം ഈ മണിക്കൂറിൽ എന്താണ് എന്ന് ചോദിക്കുക. അവിടുത്തെ ഇഷ്ടം എന്താണ് ഈ മിനിറ്റിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അവിടുന്ന് വ്യക്തമായ രൂപം, വ്യക്തമായ ഒരു ചിത്രം നമുക്ക് വരച്ചു തരും. നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മൾ ഓടിയ ഓട്ടങ്ങളൊക്കെ വെറുതെയായെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, നമ്മളെടുത്ത തീരുമാനങ്ങൾ തെറ്റുപറ്റി പോയെങ്കിൽ, ഇതാ കർത്താവ് ക്രമപ്പെടുത്തുവാനായി വരുന്നു, നമ്മുടെ കാവൽക്കാരനായി കടന്നു വരുന്നു. കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.